തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനം പാഴായെന്ന് പരാതി. പുലിക്കളി സംഘങ്ങൾക്ക് സുരേഷ് ഗോപി പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപയുടെ ധനസഹായം ഒരു വർഷമായിട്ടും ലഭ്യമായില്ലെന്ന് പുലിക്കളി സംഘങ്ങൾ പറയുന്നു. വിഷയത്തിൽ ജില്ലാ കളക്ടറെ കണ്ട് പരാതി അറിയിക്കാനാണ് സംഘത്തിന്റെ തീരുമാനം. പരാതി പരിഹരിച്ചില്ലെങ്കിൽ സ്വരാജ് റൗണ്ടിൽ പ്രതിഷേധിക്കുമെന്നും സംഘങ്ങൾ അറിയിച്ചു. നാലാം ഓണത്തിനാണ് സ്വരാജ് റൗണ്ടിൽ വർണ്ണാഭമായി പുലികൾ ഇറങ്ങാറുള്ളത്. കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ധനസഹായമായി 3 ലക്ഷം രൂപ നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത്. അടുത്ത പുലികളിക്കാലം ഇങ്ങെത്തിയിട്ടും സംഘങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൈമാറിയെങ്കിലും വ്യക്തമായ വിശദീകരണങ്ങൾ കിട്ടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം 9 ടീമുകളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. പുലിക്കളി എല്ലാ ടീമുകളും എല്ലാ വർഷവും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം അതിൻ്റെ സാമ്പത്തിക ബാധ്യത ഓരോ വർഷം കഴിയും തോറും ടീമുകൾക്ക് ഏറി വരികയാണ്. ഈ പുലിക്കളി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് സാമ്പത്തിക സഹായം ലഭിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അത്തരമൊരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ വർഷം എല്ലാ പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന ആശ നൽകുന്ന ഒരു കാര്യമായിരുന്നു പുലിക്കളിയുടെ തൊട്ട് മുമ്പ് ഉണ്ടായ ഈ ഒരു പ്രഖ്യാപനം. അതായത് കേന്ദ്രത്തിൻ്റെ ടൂറിസം വകുപ്പിൽ നിന്നും 3 ലക്ഷം രൂപ വീതം ഒരു ടീമിന് നൽകും എന്നാണ് അന്ന് പ്രഖ്യാപനം വന്നത്. MP-യുടെ ഓഫീസിൽ നിന്ന് പറയുന്നത് കേരള സർക്കാരാണ് ഇത് ആദ്യം തരേണ്ടത്, അതിനുശേഷം റീഇംബേഴ്സ് ചെയ്ത് തരികയാണ് സാധാരണ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നമുക്ക് ധാരണയില്ല. കാരണം ഇത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കാരണം പുലിക്കളി കഴിഞ്ഞതിന് ശേഷം പല ടീമുകളും ഇന്ന് നിലവിൽ സാമ്പത്തിക ബാധ്യതയിലാണ്. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പല സ്ഥലത്തും പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ലഭിക്കാത്ത മൂലം പല സംഘങ്ങളും ഇന്ന് വളരെയധികം ആശങ്കയിലാണ്. അതേസമയം MP ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാരാണ് ഇത് തരേണ്ടതെന്നാണ് മറുപടി ലഭിച്ചത്. ജില്ലാ കളക്ടർ മുഖേന രേഖകൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചതാണെന്നും സംസ്ഥാന സർക്കാർ രേഖകൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുണ്ടെന്നുമാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള വിവരം. എന്നിട്ടും സ്ഥലം MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നോ മറ്റ് അധികൃതരിൽ നിന്നോ കൃത്യമായ വിവരം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. 18 ലക്ഷത്തോളം രൂപയാണ് ഒരു പുലികളി സംഘത്തിന് ചിലവ് വരുന്നത്. ഓണക്കാലത്ത് പുലികൾ തയ്യാറാവണമെന്നിരിക്കെ കിട്ടാനുള്ള തുക ഉടൻ കിട്ടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം സമരമുറകൾ സ്വീകരിക്കുമെന്ന് പുലിക്കളി സംഘങ്ങൾ അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.